Hey guys, this is Best Carpix. റെനോവറുടെ മിനി ഡിഫൻഡർ അതായത് ബ്രിഡ്ജർ കോൺസെപ്റ്റ് കാണിച്ചപ്പോൾ തൊട്ട് ആൾക്കാർ ചോദിക്കുന്നതാണ്, ഇതിൻ്റെ കോമ്പറ്റീഷനിൽ തന്നെയല്ലേ ഇനി വരാൻ പോകുന്ന നമ്മുടെ മഹീന്ദ്രയുടെ ബിസിനസ് കോൺസെപ്റ്റ് ഉള്ളത് എന്ന്. രണ്ടും കോൺസെപ്റ്റ് വാഹനങ്ങൾ തന്നെയാണ്. ഇത് മഹീന്ദ്ര 2025 ഓട്ടോ എക്സ്പോ ഓഗസ്റ്റ് 15 കാണിച്ച വണ്ടിയാണ്. അതായത് NYQ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു പുതിയ വണ്ടിയായിട്ട്. ആൻഡ് വളരെ സിമിലർ ആയിട്ടുള്ള ഡിസൈൻ ക്യൂസ് തന്നെയാണ് നമ്മുടെ റെനോയുടെ പുതിയ ബ്രിഡ്ജർ കോൺസെപ്റ്റും ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് ഈ രണ്ട് വണ്ടികളും തമ്മിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ഡിസൈൻ മാത്രമേ നമുക്കിപ്പോൾ അറിയുള്ളൂ. പിന്നെ വേറെ ചില കാര്യങ്ങൾ അറിയാം. അതായത് രണ്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആർക്കിടെക്ചറിലാണ് വരുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ പവർ ഓപ്ഷൻസ്. അതായത് നമുക്ക് മഹീന്ദ്രയുടെ NYQ സീരീസിലുള്ള വണ്ടികളാണ്. ആൻഡ് ഇതും പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക്, ഹൈബ്രിഡ് തുടങ്ങിയ എല്ലാ പവർ ഓപ്ഷൻസും സപ്പോർട്ട് ചെയ്യും. ഇനി റെനോയുടെ കേസെടുക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ ഡസ്റ്ററിൻ്റെ സെയിം RGMP പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വണ്ടിയും വരുന്നത്. പക്ഷെ എന്നാലും ഇതും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്. പെട്രോൾ, ഹൈബ്രിഡ്, ഇലക്ട്രിക് തുടങ്ങിയ പവർ ട്രെയിൻസ് ഇത് സപ്പോർട്ട് ചെയ്യും. ഡീസലിൻ്റെ കാര്യമൊന്നും ഇവരെടുത്ത് പറഞ്ഞില്ല. പക്ഷേ മഹീന്ദ്ര ഏതായാലും ഡീസലും കുറച്ചും കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ ഡീസൽ വരുമെന്ന് നമുക്കറിയില്ല. ഈ വണ്ടി ഏതായാലും മഹീന്ദ്ര കഴിഞ്ഞ വർഷമാണ് TC ചെയ്തത്. അതായത് നമുക്ക് മറ്റേ കോൺസെപ്റ്റ് രൂപത്തിൽ കാണിച്ചെങ്കിലും ഇതിൻ്റെ സ്പൈഡ് പിക്സ് ഒക്കെ, അതായത് വണ്ടിയുടെ ടെസ്റ്റിംഗ് ഒക്കെ അവർ കുറച്ച് കാലം മുന്നേ തന്നെ തുടങ്ങിയതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇത് ഒരുപാട് ലേറ്റ് ആയിട്ട് വരുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ സീരീസിൽ തന്നെ ആദ്യം വരാൻ പോകുന്ന വാഹനം ഇത് തന്നെയായിരിക്കും. അതായത് 2027 ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും. ഇനിയിപ്പോൾ നമ്മൾ ബ്രിഡ്ജറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇത് 2027 അവസാനം ആകുമ്പോഴേക്കും പ്രൊഡക്ഷനിലെത്തും എന്നാണ് റെനോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വണ്ടി ഒരു എക്സ്ക്ലൂസീവ്ലി ഇന്ത്യക്ക് വേണ്ടിയുള്ള വണ്ടിയല്ല. പക്ഷേ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ദ വേൾഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു വണ്ടിയാണ്. ഇത് നമ്മുടെ GCC, ലാറ്റിൻ അമേരിക്ക അങ്ങനത്തെ കുറച്ച് മാർക്കറ്റ്സിലേക്കൊക്കെ അവർക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ടും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വണ്ടിയുടെ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ കംപ്ലീറ്റ് മറ്റേ ഡിസൈൻ ഡെവലപ്മെൻറ്റ് സംഭവങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. സോ മെയിനായിട്ടൊരു ഇന്ത്യൻ ഫോക്കസ്ഡ് വണ്ടി പോലെയാണ് ഇറക്കുന്നത്. പക്ഷേ എന്നാലും ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തായിരിക്കും ഇറക്കുന്നത്. മഹീന്ദ്രയുടെ NYQ സീരീസിലുള്ള വണ്ടികളും ആക്ച്വലി അവർ പുറത്ത്, അതായത് നമ്മുടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ, സൗത്ത് ആഫ്രിക്ക അങ്ങനത്തെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ വിടാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനുള്ള പൊട്ടൻഷ്യലി വണ്ടികൾക്കുണ്ട്. ഇനി നമുക്ക് സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുമ്പം രണ്ടിലും എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട് എന്നൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫ്രണ്ട് ഡിസൈൻ, അതുപോലെ നമ്മുടെ മൊത്തത്തിലുള്ള സൈഡും ഫ്രണ്ടും തമ്മിലുള്ളൊരു ഡിസൈൻ. ഇതെടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ടിലും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നൊരു സംഭവമാണ് ബോക്സി പ്രൊപ്പോർഷൻസ്. അതായത് ഭയങ്കര ബോക്സ് പോലെയാണ് ഈ രണ്ട് വണ്ടികളും ഇരിക്കുന്നത്. ഇതിപ്പോൾ കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഡയമെൻഷൻസിൻ്റെ കേസ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ രണ്ട് വണ്ടികളും സബ്ഫോമീറ്റർ കാറ്റഗറിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ വേറെ സംശയമൊന്നും വേണ്ട. 3995 മുതൽ 98 mm ഇടയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ലെങ്ത് വരുന്നത്. പിന്നെ ബ്രിഡ്ജറിൽ അവരിപ്പോൾ നിലവിൽ മറ്റേ നമ്മുടെ സൈഡിലത്തെ ബോക്സൊന്നും കൊടുത്തിട്ടില്ല. മഹീന്ദ്ര പക്ഷേ പക്ക ഡിഫൻഡറായിട്ട് ഇൻസ്പയർ ചെയ്ത് ആ മറ്റേ ബോക്സും സാധനങ്ങളൊക്കെ സൈഡിൽ കൊടുത്ത് ആ ഒരു ഡിസൈൻ ഫിലോസഫിയാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. ബോക്സ് മാത്രമല്ല, ഇവൻ്റെ ഇതിൻ്റെ റൂഫ് റെയിൽസിൻ്റെ അതുപോലെ മറ്റേ ബോണറ്റും ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈൻസും സംഭവങ്ങളെല്ലാം ഒരു പക്ക മറ്റേ ഓഫ് റോഡ് സ്പെസിഫിക് വണ്ടി പോലെയാണ് ചെയ്യുന്നത്. പക്ഷേ രണ്ട് വണ്ടികളും മോണോക്കോക്കാണ്. ഓൾ വീൽ ഡ്രൈവ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി വരും. അതൊക്കെ ഈ സെഗ്മെൻറ്റിലുള്ള ഒരു ഡിമാൻഡ് അനുസരിച്ചിരിക്കും. എന്തായാലും ഈ വണ്ടികളിലൊക്കെ ഒരു ഡിസൈൻ കണ്ടിട്ട് നമുക്കിനി മനസ്സിലാക്കാവുന്നൊരു സംഭവമുള്ളൂ, ഫ്യൂച്ചറിലുള്ള സപ്പോമീറ്റർ വണ്ടികളുടെ ഒരു ഡിസൈൻ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം ഇത് അതിൻ്റെ ഒരു അടിത്തറയാണ്. നമുക്കിപ്പോൾ വരുന്നത് ഇപ്പോൾ കിട്ടുന്ന കുറച്ചും കൂടെ കർവി ആയിട്ടുള്ള പക്ക ഹാച്ച് ബാക്സ് എടുത്തിട്ട് SUV ആക്കാൻ വേണ്ടി ആക്കിയിരിക്കുന്ന പോലത്തെ വണ്ടികളാണ് കൂടുതൽ. അതിൽ നിന്ന് ഒക്കെ ഒരു വേറെ പാത്തിലേക്ക് പോകുന്ന ടൈപ്പ് ഡിസൈനാണ് ഇനി നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഈ അടുത്ത് വന്ന സിയറൊക്കെ ഏകദേശം ഇതുപോലെ നല്ല പക്ക ബോക്സി പ്രൊപ്പോർഷൻസ് ഉള്ള വണ്ടിയായിരുന്നു. ഇനിയിപ്പോൾ റെനോയുടെ വരാൻ പോകുന്ന ഡസ്റ്റർ, അതുപോലെ നിസാൻ്റെ വരാൻ പോകുന്ന ടെക്ടോൺ, ഈ വണ്ടികളും നമുക്ക് ഏകദേശം അതുപോലത്തെ ഒരു പ്രൊപ്പോർഷൻസ് തന്നെയാണ് കിട്ടുന്നത്. ഏതായാലും ഇതിൻ്റെ ലെങ്ത് പറഞ്ഞു. ഇനി വിട്ടെടുക്കുകയാണെങ്കിൽ 1.8 മീറ്റേഴ്സിന് മുകളിൽ രണ്ട് വണ്ടികൾക്കുണ്ടാവും. ഗ്രൗണ്ട് ക്ലിയറൻസ് ബ്രിഡ്ജറിൻ്റെ കേസ് അവർ 200 mm ആണ് പറഞ്ഞിരിക്കുന്നത്. വിഷനസിന് ഏകദേശം അത്രയൊക്കെ തന്നെ ഉണ്ടാവായിരിക്കും. ഈ വിഷനസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കോർപിയോയുടെ ഒരു കുട്ടി വേർഷൻ അല്ലെങ്കിൽ ഒരു മോണോകോക്ക് വേർഷൻ എന്ന് പറയും. അങ്ങനെയാണ് മഹീന്ദ്ര വിഷൻ S എന്നുള്ളൊരു പേര്, ആ കോൺസെപ്റ്റ് പേരിൽ ആ വണ്ടിക്ക് വന്നത്. അഗൈൻ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ രണ്ട് വണ്ടികളും വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമാണ് റിയർ ടെയിൽ ഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീല്. ഇത് മോണോകോക്ക് വണ്ടികളുടെ കാര്യത്തിൽ ഇക്കോസ്പോർട്ടിലാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞ് ഇക്കോസ്പോർട്ട് തന്നെ അങ്ങോട്ട് അവസാനിക്കുകയും ചെയ്തു. പിന്നെ വേറൊരു കമ്പനിയും കൊടുത്തിട്ടുമില്ല, ആരും കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. ചിലപ്പോൾ എക്സ്ട്രാ കോസ്റ്റ് കാരണമായിരിക്കും. ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ കൊടുക്കാമെന്ന് പറയുന്നത് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ടെയിൽ ഗേറ്റ് കൊടുക്കണം, പിന്നെ ഹിഞ്ചിൻ്റെ കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂട്ടണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എക്സ്ട്രാ കോസ്റ്റ് വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും വേറെ ആരും ഇക്കോസ്പോർട്ട് അല്ലാതെ കൊടുക്കാതിരുന്നത്. ഫോർഡ് പിന്നെ അതങ്ങനെ കൊടുത്തുകൊണ്ട് ആ വണ്ടിയുടെ ഒരു ഐഡൻറ്റിറ്റിയായി മാറിയത്. ഇനി അതല്ലാതെ നമ്മൾ ലാഡർ ഫ്രെയിം വണ്ടിയിൽ എടുക്കുകയാണെങ്കിൽ ജിമ്മിയിൽ വരുന്നുണ്ട്, ഥാറിൽ വരുന്നുണ്ട്, എല്ലാത്തിലും നമുക്ക് ടെയിൽ ഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീൽ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊക്കെ ബോഡി ഓൺ ഫ്രെയിം കുറച്ചുകൂടെ റഗഡ് ആയിട്ടുള്ള വണ്ടികളാണ്. ഈ വണ്ടികൾ അങ്ങനെയല്ല. ഇത് മോണോകോക്ക് ആയിട്ടുള്ള കുറച്ചും കൂടെ ഒരു ഫാമിലി ഓറിയൻറ്റഡ്. ഇപ്പോൾ താർ റോക്സൊക്കെ ഫാമിലി ഓറിയൻറ്റഡ് ആണ്, ബട്ട് സ്റ്റിൽ അത് 4 മീറ്ററിന് മുകളിലുള്ളൊരു വണ്ടിയാണ്. ഈ വണ്ടികൾ പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ലൈഫ് സ്റ്റൈൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോണോകോക്ക് കാറ്റഗറിയിലാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്ലേസ്മെൻറ്റ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും റാഡിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ല മാച്ചോ ലുക്സൊക്കെ വെച്ചിട്ട് ഈ വണ്ടികൾ വരുന്നത്.
പിന്നെ ഇതിനൊക്കെ പുറമെ ഇപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കേസ് നമ്മൾ എന്തായാലും പറയേണ്ട കാര്യമില്ല. ഡിസൈൻ മാത്രമാണ് ഇവരിങ്ങനെ മാറ്റുന്നത്. ഫീച്ചേഴ്സ് അല്ലാതെ തന്നെ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം എല്ലാ കമ്പനികളും ഇപ്പം കൊടുക്കുന്നുണ്ട്. അതും ഈ ഒരു പ്രൈസ് പോയിൻറ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ക്രെറ്റ സെൽറ്റോസിലൊക്കെ ഉള്ള ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് സിറോസിലും കിട്ടുന്നത്. ഈവൻ അതിനകത്ത് കിട്ടാത്ത റിയർ വെന്റിലേറ്റഡ് സീറ്റ്സ് വരെ നമുക്ക് സിറോസിൽ കിട്ടുന്നുണ്ട്. അതൊരു എക്സ്ക്ലൂസീവ് ഫീച്ചറാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് നാരോ ഡൗൺ ചെയ്തപ്പോൾ ഇഷ്ടംപോലെ സംഭവങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ തന്നെ ഈ വാഹനങ്ങളും ഇനിയും ക്യാരി ഓവർ ചെയ്ത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കൂടുതലും ചൈനീസ് വണ്ടികൾ അവർ ചൈനീസ് കമ്പനികളാണ്. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല. പക്ഷെ എന്നാലും നമുക്ക് ഇതുപോലെ ഇപ്പം മറ്റേ ജെറ്റോറിൻ്റെ വണ്ടിയുണ്ട്, അതുപോലെ ജെയ്ക്കോയുടെ വണ്ടിയുണ്ട്, ഐക്കാറിൻ്റെ വണ്ടിയുണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി JSW ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്ന വണ്ടികളാണ്. ഇതെല്ലാം നല്ല പക്ക ഡിഫൻഡർ, ജി വാഗൺ ഇതിൻ്റെയൊക്കെ ഡിസൈൻ ഇൻസ്പിറേഷൻസ് എടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വണ്ടികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 1/4 1/5 ഒക്കെ പ്രൈസിൽ ഈ വണ്ടികൾ വാങ്ങാനും പറ്റും. പിന്നെ ഡിസൈൻ അത്യാവശ്യം നല്ലതാണ്. അതിന് പുറമെ ചൈനീസ് വണ്ടികളിലേക്ക് ഇപ്പോഴത്തെ ക്വാളിറ്റി ലെവൽസ് അത്യാവശ്യം നല്ലതായതുകൊണ്ട് നമുക്ക് പണ്ടത്തെ പോലെ അങ്ങനെ കുറ്റം പറയാനും പറ്റില്ല ഇത് വെറുതെ ചീപ്പ് ചൈനീസ് കോപ്പി ആണ് എന്ന്. പക്ഷേ ഈ വണ്ടികളുടെ കേസ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്പനികളും വീണ്ടും ആ ഒരു രീതിയിലേക്കാണ് വന്നു തുടങ്ങുന്നത്. ഇപ്പോൾ ബ്രിഡ്ജറിൻ്റെ കേസിൽ റെനോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇന്ത്യക്ക് വേണ്ടി അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ളത്. നേരത്തെ അവർ അത്ര സീരിയസ് അല്ലായിരുന്നു എന്ന് പറയും ഡസ്റ്ററിന് മുന്നേ. കാരണം നമുക്ക് പറയത്തക്ക വലിയ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. കൈഗർ ഉണ്ടായിരുന്നു, പിന്നെ ട്രൈബർ ഉണ്ടായിരുന്നു, അതുപോലെ ക്വിഡ് ഉണ്ടായിരുന്നു. ഈ 3 വണ്ടികൾ ഇപ്പോഴുള്ളൂ. അതിനകത്ത് കൈഗറും ട്രൈബറും അവരെ അടുത്ത് ഫേസ് ലിഫ്റ്റ് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്തു. ക്വിഡ് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ആ ഫേസ് ലിഫ്റ്റോട് കൂടിയാണ് പിന്നെ റെനോ ഒന്ന് ആക്റ്റീവ് ആയത്. അത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ഈ വണ്ടിയും കൂടെ വരുമ്പോഴേക്കും ഉറപ്പായിട്ടും സെയിൽസ് ആയിട്ട് അവർക്ക് മൊത്തത്തിൽ ഒന്ന് ഫയറിൽ ആക്കാൻ പറ്റും. ഡസ്റ്റർ വരുമ്പോൾ തന്നെ ഏകദേശം അത്യാവശ്യം നല്ലൊരു പ്രൊഡക്ഷനിലോട്ട് അവർ പോകും. അത് കഴിഞ്ഞ് 2027 അവസാനം ആകുമ്പോഴേക്കും ഈ വണ്ടിയും കൂടെ വരുമ്പോഴേക്കും ഉറപ്പായിട്ട് തന്നെ നല്ല ഡിമാൻഡ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് എല്ലാ പവർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ കൊടുക്കും എന്നാണ് അവരും പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ കേസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മഹീന്ദ്രയും പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതുപോലെ ബോക്സി ഷേപ്പിലുള്ള ഒരു വണ്ടി, സത്യം പറഞ്ഞത് ആദ്യം കാണിച്ചത് മഹീന്ദ്രയാണ്. നമ്മുടെ സിയറയൊക്കെ ലോഞ്ച് ആവുന്നതിന് മുന്നേ തന്നെ ഈ വണ്ടിയുടെ ഡിസൈൻ, അതായത് അവർ ടെസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ സിയറയുടെ തുടങ്ങിയാണ്. പക്ഷേ ഇതിൻ്റെ കോൺസെപ്റ്റ് മോഡൽ ആദ്യം കാണിച്ചതിന് ശേഷമാണ് പിന്നെ സിയറ ലോഞ്ച് ആയതും നമ്മുടെ ഈ പറയുന്ന ബ്രിഡ്ജർ ലോഞ്ച് ആയതും അതുപോലെ ഡസ്റ്ററിൻ്റെ പുതിയ ഇന്ത്യൻ വേർഷൻ സംഭവങ്ങളൊക്കെ വന്നതും. പക്ഷേ ഡസ്റ്റർ ഇത്രയും ബോക്സി അല്ല കേട്ടോ. അത് കുറച്ചും കൂടെ ഒരു കൈൻഡ് ഓഫ് കർവി ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ അത്രയും ഭയങ്കര ഹൈറ്റൊന്നുമില്ല. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഇന്ത്യക്ക് വേണ്ടി അവർ കുറച്ച് ഹൈറ്റ് കൂട്ടിയായിരുന്നു. 220 ഗ്രൗണ്ട് ക്ലിയറൻസ് എന്താണ് ഇവിടെ കിട്ടുന്നുണ്ട്. അത് വളരെ കൂടുതലാണ്. അത്രയില്ലെന്ന് തോന്നുന്നു. എനിവേ ഈ വണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് അതായത് ഇപ്പോഴത്തെ വണ്ടികളുടെ കാര്യത്തിൽ ബോക്സി ആണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റും അവർ കൂട്ടും. കാരണം ആ ഒരു മാച്ചോ പ്രസൻസ് കിട്ടാൻ വേണ്ടി ഈ ഹൈറ്റ് കൂട്ടുന്നതിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ബോഡി റോൾ കൂടും. പിന്നെ അവരതിനനുസരിച്ച് ഇപ്പോൾ ചിലപ്പോൾ സസ്പെൻഷൻ സ്റ്റിഫാക്കേണ്ടി വരും. അതെ, അതിൻ്റെ ഒരു നല്ല ബാലൻസ് കണ്ടുപിടിക്കാൻ കമ്പനികൾക്ക് പറ്റുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ആ ഒരു ലുക്കാണ് ഇതിനകത്ത് മെയിനായിട്ട് കിട്ടുന്നത്. ആൻഡ് ഈ ലുക്കിൻ്റെ പുറകിനെ ആൾക്കാർ പോവില്ലോ എന്നറിയാൻ നമ്മൾ 2027 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ പറഞ്ഞ വണ്ടികളൊന്നും ഈ വർഷം വരാൻ പോകുന്ന വാഹനങ്ങളല്ല. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പുതിയ ഡിസൈൻ ട്രെൻഡിനെ പറ്റി പറയാനുള്ളത്? ഇഷ്ടമാണോ അതോ നമ്മുടെ പഴയ കർവി ടൈപ്പ് ബോക്സി അല്ലാത്ത വണ്ടികളാണോ ഇഷ്ടം ഈ ഒരു കാറ്റഗറിയിൽ എന്ന് ഉറപ്പായിട്ടും കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്ട്സ് അങ്ങോട്ട് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.